പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജപമാല എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ പോൾ പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മടിയിലിരുന്നു കൊണ്ട് ഈശോയുടെ തിരുമുഖം ധ്യാനിക്കണം. അതെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മടിത്തട്ട് മാനവകുലത്തിന് എന്നും സങ്കേതമാണ്. യേശുവിനെ കാണണോ, യേശുവിനെ കേൾക്കണോ, യേശുവിനെ അനുഭവിക്കണോ, അമ്മ പഠിപ്പിക്കണം. പരിശുദ്ധ അമ്മയുടെ നിർമ്മല സ്നേഹത്തിലേക്ക് ജീവിതം ചേർത്തുവെച്ച് ഈ കാർമൽ ഗീതങ്ങൾ നമുക്ക് സ്നേഹ സന്ദേശം പകർന്ന് നമ്മുടെ കൂടെയായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അതെ എന്നും കൂടെയായിരുന്നു കൊണ്ട് നമ്മെ നയിക്കുന്നു. നമുക്ക് പാടാം അമ്മയുടെ സ്നേഹകീർത്തനങ്ങൾ. മധുരമനോഹരമായ അമ്മയുടെ നാമം, മറിയമെന്ന നാമം, യേശു എന്ന നാമം കഴിഞ്ഞാൽ ഏറ്റവും മഹോന്നതമായ നാമമാണ് പരിശുദ്ധ അമ്മയുടെ നാമം. ആ സ്നേഹവഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പ്രാർത്ഥനാഗീതം പാടി അമ്മയ്ക്ക് മഹത്വം നൽകാം. യേശുവ
വിശുദ്ധർത്തൻ പുണ്യമാം പാഠങ്ങൾ വായിച്ചു വായിച്ചു വളർന്നൊരാ നാൾ. സകല വിശുദ്ധർത്തൻ പുണ്യമാം പാഠങ്ങൾ വായിച്ചു വായിച്ചു വളർന്നൊരാ നാൾ. അമ്മ പഠിപ്പിച്ച സുകൃത ജപങ്ങളെൻ ജീവിതത്തിൻ എന്തു നേടിയിടിലും ദൈവത്തെ നേടിയില്ലെങ്കിലൊന്നും ഇല്ലെൻ പൊന്നു കുഞ്ഞേ. എന്നമ്മ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ എന്നുമെൻ പാതയിൽ ദീപങ്ങളാ. മിഥില, എന്താണ് ഈ ഗാനം സെലക്ട് ചെയ്യാനുള്ള കാരണം? ഈ ഗാനം കേട്ടപ്പോൾ തന്നെ നമ്മൾ ശരിക്കും നമ്മളുടെ ചെറുപ്പകാലങ്ങളിലേക്ക് പോയി. ഈ ശരിക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പാട്ട്. ഈ പാട്ട് എനിക്ക് പാടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ദൈവത്തിന് നന്ദി. ഇത്രയും മനോഹരമായ ഓർമ്മകൾ ഉണർത്തുന്ന ഈ പാട്ട് എഴുതാൻ ബേബിച്ചേട്ടനുണ്ടായ പ്രചോദനം അതെന്താണ്? ഇതുവരെ ഞാൻ ചോദ്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയത്. ഇപ്പം മിഥില ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. മിഥില, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ചാച്ചാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അമ്മച്ചി ഈശോമിശിഹായ സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്കൊത്ത് ഉമ്മ കൊടുക്കുന്ന ഓർമ്മ. പക്ഷേ ഇന്ന് പലപ്പോഴും ഈ ക്രിസ്ത്യൻ ധ്യാനങ്ങളിലും മറ്റു കൂട്ടായ്മകളിലും യുവജനങ്ങളിലൊക്കെ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, പ്രാർത്ഥന സമയത്ത് പപ്പയൊന്നും ചിലപ്പോൾ കാണുകയില്ല, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഒന്നും ഉണ്ടാകുകയില്ല എന്നൊക്കെ പറയുന്ന രീതി കണ്ടപ്പോഴേ അപ്പം ഞാനിങ്ങനെ ഓർത്തുപോയി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് മൂവന്തി തെന്നലിൽ ഒഴുകി വന്നു സാന്ധ്യമണികൾ തൻ സംഗീതം, നെറ്റിയിൽ മെല്ലെ കുരിശു വരച്ചു കർത്താവിൻ മാലാഖ ചൊല്ലി ഞാൻ. തീർച്ചയായിട്ടും ശരിക്കും ഞാൻ ഓർക്കുക, പണ്ട് ഇങ്ങനെ പള്ളിമണി മുഴങ്ങുമ്പോഴത്തേക്കും അമ്മച്ചി പിള്ളേരെല്ലാം കൂട്ടിയിട്ട് മക്കളെ കുരിശ് വരയ്ക്കും, പള്ളി മണി അടിച്ചു. പിന്നെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ അത് കഴിഞ്ഞ് പിന്നെ ഈ തിരുഹൃദയ രൂപമൊക്കെ ഓർക്കുക. പഴയ വീട്, അവിടെ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. അതൊക്കെ ഇന്ന് പലപ്പോഴും ഈ ആധുനികത അതിപ്രസത്തിലൊക്കെ അത് മങ്ങിപ്പോകുന്നു. നീ എന്തിലേക്ക് ഫീൽ ചെയ്യാറില്ലേ? അതായത് ഇന്ന് ഈ പഴമ ഒക്കെ ഇതിരുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ പപ്പയുടെ വീട്ടിൽ തന്നെയായിരുന്നു. അവർ 10 മക്കളായിരുന്നു, പപ്പയുടെ അമ്മയ്ക്കും ചാച്ചനും. അപ്പോൾ എല്ലാവരും സന്ധ്യാസമയത്ത് ഇതുപോലെ തന്നെ അമ്മച്ചി ഭയങ്കര വിശ്വാസിയായിരുന്നു, ചാച്ചനും അതെ. അപ്പം മറ്റൊരു മതത്തിൽ നിന്ന് വന്നതായിരുന്നു അമ്മ. അപ്പം അതിൻ്റെതായ ഭയങ്കരമായിട്ടൊരു ഭക്തി. ഇതുപോലെ തന്നെ പള്ളിമണികൾ മുഴങ്ങുമ്പോൾ വേഗം തിരി കൊളുത്തുന്നു, പിള്ളേരെ പാവിരിക്കുന്നു പറയുന്നു, ഓടിച്ചെന്ന് പാവിരിക്കുന്നു. എനിക്കൊക്കെ 3-4 വയസ്സേ ഉള്ളൂ സമയത്ത്. പാവിരിക്കുന്നു, എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു. ഈ സംഗീതവുമായി ബന്ധമുള്ള ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും അപ്പോഴത്തേക്കും അവരുടെ ഇൻസ്ട്രുമെൻസുകളൊക്കെ റെഡിയാക്കുന്നു. പപ്പയുടെ അനിയൻ ഹാർമോണിയം വായിക്കുന്നു, പപ്പ ഗിറ്റാർ വായിക്കുന്നു, വേറൊരു അനിയൻ തബലയല്ല ആക്ച്വലി കുടം. അതെ, അതിൽ കൂടി കടന്നു പോകുന്നു. അതുപോലെ
കുരിശു വരയ്ക്കുന്നതും ആ പോർഷൻ ഒന്ന് പാടിക്കേ, അന്തിക്ക് പ്രാർത്ഥനയ്ക്ക്. അന്തിക്കു പ്രാർത്ഥനയ്ക്കെല്ലാരും ചേർന്ന് 53 മണി ചൊല്ലിയ നാൾ തിരുഹൃദയ കൊന്തയും ലുത്തീനിയായും ഓർമ്മയിലെന്നും തെളിഞ്ഞു നിൽപ്പൂ. ഇത്രയും മനോഹരമായ വരികളാണ്. ശരിക്കും ആ കാലത്ത് 3-4 വയസ്സുള്ളപ്പോഴും ഈ ലുത്തീനിയൊക്കെ എനിക്കൊക്കെ മനപ്പാഠമായിരുന്നു. ആ തിരുഹൃദയ സ്നേഹം ഒക്കെ ഓരോ ഹൃദയങ്ങളും അനുഭവിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയം കുഞ്ഞുമക്കൾ മുതൽ മുതിർന്നവരെല്ലാം ആ തിരുഹൃദയ സ്നേഹത്തിൽ ഉൾച്ചേർന്ന് നിന്നപ്പോൾ കുടുംബങ്ങളിൽ ബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ മൂല്യമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാ വീണ്ടും നമ്മെ കുറിച്ചു ഏതാ പ്രാർത്ഥന കഴിഞ്ഞ് അപ്പനും അമ്മയ്ക്കും എല്ലാവർക്കും സ്തുതി ചൊല്ലി മുത്തങ്ങളേകിയ സ്മരണകളെ പോയി പോയ ബാല്യമായി എത്തുമോ നീൻ മുറ്റത്ത് കുഞ്ഞിളം പ്രിയമുള്ളവരെ, അപ്പനും അമ്മയ്ക്കും എല്ലാവർക്കും സ്തുതി ചൊല്ലി മുത്തങ്ങളേകിയ ആ പഴയ ഓർമ്മകൾ എത്ര തിരക്കാണെങ്കിലും അതൊന്നും കളഞ്ഞു പോകരുത് ജീവിതത്തിൽ. ആ ഐക്യവും സ്നേഹവും തിരിച്ചു വരുമ്പോൾ, അതിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഉണരുമ്പോൾ ബന്ധങ്ങൾക്ക് ഗാഢതയാകും. നമ്മളെ വളർത്തിയ മാതാപിതാക്കൾ, വചനം പറയുന്നുണ്ടല്ലോ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ, മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. നമ്മളെ വളർത്തിയ മാതാപിതാക്കൾ, കൂടെയുള്ള കൂടപ്പിറപ്പുകൾ, നിസ്സാര കാര്യങ്ങൾക്ക് അവരെയൊക്കെ അകറ്റി നിർത്തുന്ന നമ്മുടെയൊക്കെ ജീവിതാവസ്ഥകൾ നമുക്ക് തിരിച്ചു നടക്കാം. അടുത്ത ഗാന ശകലത്തിലേക്ക് അടുത്ത ഭാഗം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പാടി പ്രകീർത്തിക്കാം. സകല വിശുദ്ധർ തൻ പുണ്യമാം പാഠങ്ങൾ വായിച്ചു വായിച്ചു വളർന്നൊരാ നാൾ. സകല വിശുദ്ധർ തൻ പുണ്യമാം പാഠങ്ങൾ വായിച്ചു വായിച്ചു വളർന്നൊരാ നാൾ. അമ്മ പഠിപ്പിച്ച സുകൃത ജപങ്ങളെൻ ജീവിതത്തിൻ ഇത് എഴുതാൻ ഒരു കാരണം കൂടിയുണ്ട്. അമ്മച്ചി എന്നെ കുഞ്ഞുനാളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥന, ഒരു സുഹൃദയപം, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. ആ ഓർമ്മയിൽ നിന്നാണ് ഞാനത് കുറിച്ചത്. അമ്മ പഠിപ്പിച്ച സുഹൃത ജപങ്ങളൻ ജീവിതത്തിൽ തെളിനാളങ്ങളായി. എൻ്റെ ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോ മറിയ യോസേപ്പെ കൂട്ടായിരിക്കണമേ. എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ, സകല വിശുദ്ധരെ കൂട്ടായിരിക്കണമേ. ഇങ്ങനെയൊക്കെയുള്ള സുഹൃത ജപങ്ങൾ അതൊക്കെ ഇന്നും ബലപ്പെട്ട് നിൽക്കുന്നു. ഇന്നെൻ്റെ ഇത്രയും വളർന്ന്, എനിക്ക് മക്കൾ 2 പേര്, എൻ്റെ കുടുംബം, അവിടെയൊക്കെ ഇത്രയും അങ്ങനെ വളർന്നിട്ടും ആ സുഹൃത ജപത്തിൻ്റെ മൂല്യം, അതിൻ്റെയൊക്കെ ഊഷ്മളത ഇന്നും മങ്ങിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് ലഭ്യമാകുന്നുണ്ടോ? എന്താ ഇതിയുടെ അഭിപ്രായം എന്താ അതിനെക്കുറിച്ച്? പണ്ടത്തെ പോലെ എന്താണേലും ലഭ്യമാകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എൻ്റെ അമ്മ എൻ്റെ ആശ്രമം, അത് ഞാൻ തീർച്ചയായിട്ടും അത് പറയുന്നത് എന്താ വെച്ചാൽ,
നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതമൊക്കെ ആണെങ്കിലും ഇപ്പോൾ കുരിശ് വരയ്ക്കുന്ന സമയം അത് ഞാനൊക്കെയാണ് മാക്സിമം 7 മണിയാകുമ്പം തീർച്ചയായിട്ടും എന്ത് തിരക്കാണെങ്കിലും 7 മണിയാകുമ്പം കുരിശ് വരയ്ക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ സമയം മാറിപ്പോകാറുള്ളൂ. അപ്പം ആ ഇരിക്കുന്ന സമയത്ത് പിള്ളേരെ പിടിച്ചിരുത്തണം. കുരിശ് വരയ്ക്കുന്ന സമയത്ത് പിടിച്ചിരുത്തണം. അത് എന്ത് വന്നാലും അപ്പം എല്ലാവരും പറയും കളിക്കുന്ന പ്രായമല്ലേ കളിച്ചോട്ടെ എന്ന്. പക്ഷേ അത്യാവശ്യം കുറച്ച് നേരമെങ്കിലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും അവരെ ഒന്ന് പിടിച്ചിരുത്തി ഇതുപോലെ എന്തെങ്കിലും ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അതിലിപ്പോൾ വീട്ടിലാണെങ്കിലും ഇപ്പം രാവിലെ എഴുന്നേറ്റ് വരുന്ന പാടെ ഒരു ചെറിയൊരു പ്രയർ റൂം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ കൊണ്ടുപോയി കുരിശ് വരപ്പിച്ച് ഈശോയെ നിന്ന് ഞാൻ സ്നേഹിക്കുന്നു എന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കും. മൂത്തമൻ 3.5 വയസ്സ്. അതുപോലെ സ്തുതി ചെല്ലിപ്പിച്ചിട്ടാണ് ദിവസത്തിലേക്ക് കടക്കുക. തീർച്ചയായിട്ടും എല്ലാ അമ്മമാർക്കും അത് ചെയ്യാൻ വളരെ ചെറുതുപോലെയുള്ള എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ചെറിയ ചെറിയ സുഹൃദയങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. എന്നാലേ പിള്ളേർക്ക്. അതേ പ്രിയമുള്ളവരെ, ഒരു വീട്ടമ്മ, ഒരു ഗായിക മിഥില നമ്മളോട് പറയുക, എത്ര തിരക്കാണെങ്കിലും ഒരു സുഹൃദീപമെങ്കിലും അത് എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നോ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നോ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത്, തീർച്ചയായും നമ്മളെല്ലാം ശ്രമിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, എങ്കിൽ പോലും ആ ഈശോ എന്ന നാമം ഹൃദയങ്ങളിൽ ഉണരുമ്പോൾ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉണരുമ്പോൾ അതൊക്കെ അനുഭവമാകുന്നു. അവർ വളർന്നാലും ഒരിക്കലും അത് മറക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സത്യം എന്ന ഒരു അനുഭവം. ഇതെഴുതുവാൻ എളിയ രീതിയിൽ ഇത് കുറിക്കുവാൻ എന്നെ പ്രചോദനം നൽകിയതെന്ന് ഞാൻ പറയുകയും ചെയ്തത്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് ഒന്ന് പാടുക ഇതില്ല. തീർച്ചയായിട്ടും. എന്തു നേടിയിടിലും ദൈവത്തെ നേടിയില്ലെങ്കിലൊന്നും ഇല്ലെൻ പൊന്നു കുഞ്ഞേ. എന്നമ്മ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ എന്നുമെൻ പാതയിൽ ദീപങ്ങളാ. നമുക്ക് ഒന്ന് മനനം ചെയ്യാം, ഒന്ന് ധ്യാനിക്കാം. എന്തു നേടിയിടിലും ദൈവത്തെ നേടിയില്ലെങ്കിലൊന്നും ഇല്ലെൻ പൊന്നു കുഞ്ഞേ. എന്നമ്മ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ ഇന്നുമെൻ പാതയിൽ ദീപങ്ങളായി. തീർച്ചയായും എല്ലാ അമ്മമാരും അറിയേണ്ട ഒരു കാര്യം കൂടിയാ. കുഞ്ഞുമക്കളെ സ്വാധീനിക്കാൻ അപ്പനേക്കാൾ അധികം അമ്മയ്ക്ക് സാധ്യമാണ്. അമ്മയോട് ചേർന്ന് ആ കുഞ്ഞ് വളരുക, അത് പൊക്കിൾക്കൊടി ബന്ധമാ. അമ്മിഞ്ഞപ്പാലിൻ്റെ നറുഗന്ധമുണരുന്ന അനുഭവം അത്. അങ്ങനെയെങ്കിൽ ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച്, മക്കളെ ദൈവത്തെ മറക്കല്ലേ, എന്തു നേടിയാലും ദൈവത്തെ നേടിയില്ലെങ്കിൽ ജീവിതം ശൂന്യമാണല്ലോ എന്നുള്ള അവബോധം മുലപ്പാലിനോടൊപ്പം അവരുടെ കുഞ്ഞു കാതുകളിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരും അനുഭവമായി, അഭിഷേകമായി, അനുഗ്രഹമായി.
നീക്കിടുമോ നാഥേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിഴല് പോലെ കൂടെയുള്ള സാന്ത്വനം നൽകുന്ന അമ്മയെ ഒരിക്കലും പിരിയാതെ ആ ജപമാല പ്രാർത്ഥന ഹൃദയത്തിൻ്റെ അനുഭവമാക്കി ജീവിതത്തിൽ പകർത്തി മുന്നേറാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളിൽ നിന്നൊന്നും അകന്നു പോകാതെ എപ്പോഴും ഞങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും കൂടെ നിന്ന് ഞങ്ങൾക്ക് സാന്ത്വനം നൽകുന്ന പരിശുദ്ധ അമ്മേ, അമ്മയ്ക്ക് എന്നും സ്നേഹവണക്കം നൽകി അമ്മയുടെ ദിവ്യമഹത്വം വർണ്ണിച്ച് ഞങ്ങൾ പാടും. അതുവഴി അമ്മയുടെ തിരുപ്പത്രന് ഞങ്ങൾ മഹത്വം നൽകും. എപ്പോഴും കൂടെയായിരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുവാൻ അമ്മയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.